നമസ്കാരം. മോഹൻലാലിലൂടെ കേരളം തിളങ്ങി നിന്ന ദിവസമാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ. അദ്ദേഹം സിനിമയാണ് അദ്ദേഹത്തിൻ്റെ സ്പന്ദനമെന്ന് ഏറ്റുപറയുന്നതോടുകൂടി വീണ്ടും വീണ്ടും അഭിമാനം കൊള്ളുകയായിരുന്നു മലയാളികൾ മുഴുവൻ. വിശദമായി നോക്കാം ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ മലയാളം. ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങി മോഹൻലാൽ. And a great master of his craft. തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്ന് ലാൽ. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion and purpose. Ende ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. ഇതിഹാസം അഭിനന്ദിച്ച അശ്വിനി വൈഷ്ണവ്. मोहनलाल जी के लिए തങ്ങളൊരു ഉഗ്രം ആക്ടറാണ്. ട്രൂ ലെജൻഡ്. ഗിവ് എ ലൗഡ് ഷൗട്ട് ഔട്ട്. പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ദേശീയ അവാർഡ് ജേതാക്കൾ. Anchoring the story's core and elevating its narrative impact, vulnerability. और अब सर्वश्रेष्ठ अभिनेत्री പലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്ന രാജ്യങ്ങളെ തള്ളി ഡൊണാൾഡ് ട്രംപ്. സ്വതന്ത്ര പലസ്തീൻ ഹമാസിനുള്ള അംഗീകാരമാകുമെന്ന് UN പൊതുസഭയിൽ ട്രംപ്. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടും ഐക്യരാഷ്ട്രസഭ തന്നെ അഭിനന്ദിച്ചില്ല എന്ന വിമർശനം. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചതിൽ അവകാശവാദം ആവർത്തിച്ചു അമേരിക്കൻ പ്രസിഡന്റ്. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും കാറുകൾ ഇറക്കുമതി ചെയ്ത് തട്ടിപ്പ്. ഓപ്പറേഷൻ നുംഖോറുമായി കസ്റ്റംസ്. പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ റെയ്ഡ്. ദുൽഖറിന്റെ കാർ പിടിച്ചെടുത്തു. വ്യവസായികളുടെ വസതികളിലും പരിശോധന. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പ്രശംസിച്ച് NSS. അയ്യപ്പ സംഗമത്തിൽ നിന്ന് UDF വിട്ടുനിന്നതിൽ അതൃപ്തി. BJPക്കും വിമർശനം. പിണറായിക്ക് പറ്റിയ കൂട്ട് യോഗി ആദിത്യനാഥ് തന്നെയെന്ന് VD സതീശൻ. ആഗോള അയ്യപ്പ സംഗമം കേരളത്തിന്റെ അഭിവൃദ്ധിക്കെന്ന EP ജയരാജൻ. സൈക്കോ ക്രിമിനൽ സെബാസ്റ്റ്യന്റെ ഇരകളിൽ 5ാമതൊരു സ്ത്രീ കൂടി ഉണ്ടെന്ന സംശയം. കൂത്താട്ടുകുളം കാരമാല സ്വദേശി ഏലിയാമയെ കൊലപ്പെടുത്തിയത് പോലീസ്. തിരോധാന കേസിൽ പുനരന്വേഷണം. ഏലിയാമയുമായി സെബാസ്റ്റ്യന് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി തെളിവ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിമാനത്തിലെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചിരുന്ന് അഫ്ഗാൻ ബാലന്റെ സാഹസിക യാത്ര. പിൻചക്രത്തിൽ യാത്ര ചെയ്തത് 2 മണിക്കൂർ. ഡൽഹി വിമാനത്താവളത്തിൽ 13-കാരനെ CISF കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ കാബൂളിലേക്ക് മടക്കി അയച്ചു. കേരളത്തിലെ ഒരുക്കങ്ങളിൽ തൃപ്തരെന്ന കൊച്ചിയിലെത്തിയ അർജന്റീന ടീം പ്രതിനിധി. സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങൾ പരിശോധിച്ചു. മത്സര തീയതിയും എതിരാളിയെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. വനിതകളിൽ 3ാം തവണയും ഐതാന ബോൻമാറ്റി. അഭിമാനമായി ലാലേട്ടൻ. മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തി 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദി. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. മലയാളത്തിൽ ആദ്യമായി ഒരു നടന് ലഭിക്കുന്ന ഫാൽക്കെ പുരസ്കാരം അത് ആഘോഷമാക്കുകയായിരുന്നു ഇന്ത്യൻ സിനിമാ ലോകം. श्री मोहनलाल जी का ये सम्मान श्री मोहनलाल जी को उनके शानदार योगदान, अद्भुत अभिनय और कला के लिए दिया जा रहा है, जिन्होंने सिनेमा को नया रूप दिया, कई कलाकारों को प्रेरित किया और खुद को एक महान कलाकार के रूप में साबित किया. Shri Mohanlal being recognized for his monumental contributions, unparalleled versatility, artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomena, and a great master
of his craft. തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്നായിരുന്നു അവാർഡ് സ്വീകരിച്ച ശേഷം മോഹൻലാലിന്റെ പ്രതികരണം. श्री मोहनलाल जी को दादा साहेब फाल्के लाइफ टाइम अचीवमेंट पुरस्कार की ढेरों बधाई. Thank you, Honorable President It's and with distinguished profound guests. pride and gratitude that I stand before you today, having received the prestigious Dada Saheb Phalke Award, an honor instituted by the Government of India in the name of the revered father of Indian cinema. As a representative of the Malayalam film industry, I am deeply humbled to be the youngest recipient and only the second ever from the state to be bestowed with this national recognition. This moment is not mine alone. It belongs to the entire Malayalam cinema fraternity. I see this award as a collective tribute to our industry, legacy, creativity, and resilience. When I first received the news from the center, I was overwhelmed not merely by the honor, but by the privilege of being chosen to carry forward the voice of our cinematic tradition. I believe this is a destiny's gentle hand, allowing me to accept this award on behalf of all those who have shaped Malayalam cinema with their vision and artistry. To be honest, I never dared to dream of this moment, not even in my wildest dreams. And so this is not a dream come true. This is something far greater. It's magical. It's sacred. It roots me more deeply in gratitude and responsibility. I accept this award as the blessing of my forerunners, the legendary masters of Malayalam cinema, past and present. I dedicate it to them, to the vibrant Malayalam film industry, and to the discerning, intelligent audience of Kerala who have nurtured our art with love and insight. As Kumaran Ashan, the great poet, reformer, and philosopher once wrote in Veena-Poovu, "Chidayilazhnu poyathu mallu chiramanoharamaya poovidu." This flower did not merely fall into the dust. It lived a life of beauty. Let this moment be a tribute to all those who bloomed with brilliance and faded with grace, leaving behind a fragrance that continues to inspire. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion, and purpose. In closing, I extend my heartfelt thanks to the Government of India, Honorable Rashtrapati Ji, Honorable Prime Minister Shri Narendra Modi Ji, the Ministry of Information and Broadcasting, and the esteemed members of the jury who found me worthy of this accolade. എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. Cinema is the heartbeat of my soul. Jai Hind. പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്വന്തം ലോകം സൃഷ്ടിച്ച നടനാണ് മോഹൻലാൽ എന്ന് രാഷ്ട്രപതി പറഞ്ഞു. താങ്കൾ ഉഗ്രൻ ഒരു നടനാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാക്കുകൾ. मोहनलाल जी को दादा साहेब फाल्के पुरस्कार से सम्मानित किए जाने पर मैं उन्हें बहुत बहुत बधाई देती हूँ. उन्होंने कमल से कोमलतम और कठोर से कठोरतम भावों को सहजता से प्रस्तुत किया है और द कंप्लीट एक्टर की उनकी छवि बनी है. मुझे ये जानकर सुखद आश्चर्य हुआ है कि उन्होंने महाभारत के चरित्र कर्ण पर आधारित एक लंबे संस्कृत नाटक कर्णभारम में कर्ण भूमिका निभाई है. एक तरफ उनकी वानप्रस्थम जैसी गंभीर फिल्म है तो दूसरी तरफ अनेक अत्यंत लोकप्रिय फिल्में हैं.
मुझे जानकारी मिली है कि मोहनलाल जी के पुरस्कार की घोषणा होने पर लोगों में खुशी की लहर दौड़ गई। ये इस बात का प्रमाण है कि उन्होंने अनगिनत दर्शकों के दिल में अपनी जगह बनाई है। सबसे पहले जूरी को मैं बहुत धन्यवाद देना चाहूंगा। इतना फेयर और थॉटफुल सिलेक्शन किया आपने, और उसके बाद में जितने भी लोगों ने आज अवार्ड्स जीते हैं, गिव देम अ बिग राउंड ऑफ अप्लॉज। कंग्रेचुलेशंस टू ऑल। सबसे ज्यादा अप्लॉज होना चाहिए आज रियल ओजी मोहनलाल जी के लिए। तंगलुरु उग्रम एक्टरान, ट्रू लेजेंड। गिव अ लाउड शाउट आउट। हॉल में आवाज सफिशिएंट नहीं है, और तेज। ये हुई ना बात। कंग्रेचुलेशंस टू ऑल। മികച്ച സഹനടിയായി ഉർവശിയും മികച്ച സഹനടനായി വിജയരാഘവനും അവാർഡ് സ്വീകരിച്ചു. മികച്ച മലയാള ചിത്രമായ ഉള്ളൊഴുക്കിന് വേണ്ടി സംവിധായകൻ ക്രിസ്റ്റോ ടോമി പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രം മാസിയും ഏറ്റുവാങ്ങി. മികച്ച നടിയായി റാണി മുഖർജിയും പുരസ്കാരം ഏറ്റുവാങ്ങി. Character grappling with very truths, delivering a performance of rare poignancy, imbued with quiet power, subtle humor, and profound vulnerability. Shah Rukh Khan, ladies and gentlemen, globally renowned actor and producer, delivers a powerhouse performance in Jawan, bringing to life a hero who battles not only enemies but also social boundaries. सर्वश्रेष्ठ अभिनेता का पुरस्कार ग्रहण करते हुए श्री शाहरुख खान। सर्वश्रेष्ठ निर्देशन के पुरस्कार के लिए अब मंच पर श्री सुदीप्तो सेन का स्वागत करते हैं, जिन्हें हिंदी फिल्म द केरला स्टोरी। Rani Mukherjee, the iconic actress known for her portrayal of resilient women characters, delivers an exceptional performance in Mrs. Chatterjee vs. Norway, a film that portrays maternal love, resilience, cultural conflict with piercing emotional clarity and unwavering authenticity. सर्वश्रेष्ठ अभिनेत्री का पुरस्कार ग्रहण करते हुए रानी मुखर्जी, जिन्हें फिल्म मिसेस चैटर्जी वर्सेस नॉर्वे के लिए प्रदान किया जा रहा है राष्ट्रीय फिल्म पुरस्कार का सम्मान। അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ ന്യൂസ് 18 സന്തോഷം പങ്കുവച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. This is a great moment for us as an actor. This is a great honor, and I already told I am giving this honor to the Malayalam industry. Okay? You're dedicating this award to the Malayalam industry. Thank you. And what do you have to say about you have been ruling the Malayalam industry? Nothing. I'm not ruling. I'm a part of Malayalam industry. Okay, bye. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വവും. ഭരിക്കുകയെല്ലാം മലയാളം ഇൻഡസ്ട്രിക്കൊപ്പമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടല്ലോ. ഹരികൃഷ്ണൻ അതിൻ്റെ വിവരങ്ങൾ നൽകും. ഹരി, പുരസ്കാര വേദിയിൽ മോഹൻലാൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയായിരുന്നു. വലിയ തോതിൽ മലയാളം അംഗീകരിക്കപ്പെടുന്ന ഒരു വേദിയായി മാറിയിരുന്നില്ലേ അത്? എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ ലാലേട്ടൻ്റെ പ്രസംഗത്തിൽ ഈ പറഞ്ഞ ഈ വാചകം കേട്ട് മലയാളികൾ ഒന്നാകെ തന്നെ ആത്മാഭിമാനം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥിതിയിലായിരുന്നു. 2023 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ സ്വീകരിക്കുമ്പോൾ മലയാളത്തിൻ്റെ അഭിമാനം വാനോളമാണ് ഉയർന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു മലയാള നടന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. 2004 അടൂർ ഗോപാലകൃഷ്ണന് ശേഷം 21 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള മണ്ണിലേക്ക് ഫാൽക്കെ പുരസ്കാരം തേടിയെത്തുന്നത്. 71ാമത് ചലച്ചിത്ര പുരസ്കാര വേദി മോഹൻലാലിൻ്റെതാക്കി മാറ്റുകയായിരുന്നു. വേദിയിൽ റാണി മുഖർജിയും ഷാറൂഖ് ഖാനും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിട്ട് പോലും മലയാളത്തിൻ്റെ മോഹൻലാൽ തൂക്കിയെടുത്തൊരു വേദി കൂടിയാവുകയായിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ലാലേട്ടൻ്റെ അഭിനയത്തെ വാനോളം പുകഴ്ത്തുകയും കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മന്ത്രി അശ്വിനി വൈഷ്ണവും ലാലേട്ടൻ്റെ അഭിനയത്തെ പുകഴ്ത്തി പറഞ്ഞു. അതോടൊപ്പം തന്നെ ലാലേട്ടൻ സംസാരിക്കുന്നതിന് മുമ്പ് വേദിയിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് മോഹൻലാലിനെ സ്വീകരിച്ചത്. മികച്ച സഹനടിയായി ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ തന്നെ അവാർഡ് സ്വീകരിച്ചു. വിജയരാഘവൻ മികച്ച സഹനടനായി പൂക്കാലം എന്ന ചിത്രത്തിലൂടെയും അവാർഡ് സ്വീകരിച്ചു.
മികച്ച എഡിറ്ററായി മിഥുൻ മുരളി പൂക്കാലം എന്ന ചിത്രത്തിലൂടെ തന്നെ അവാർഡ് നേടി. അതോടൊപ്പം തന്നെ 2018 എന്ന സിനിമയിലും പ്രൊഡക്ഷൻ ഡിസൈനറായി മോഹൻദാസും അവാർഡ് സ്വീകരിച്ചു. അങ്ങനെ മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ചലച്ചിത്ര പുരസ്കാരമായി മലയാളി തിളക്കമായി മാറുകയായിരുന്നു ഈ പുരസ്കാരവേദി. അതോടൊപ്പം തന്നെ മികച്ച നടനായ ഷാറൂഖ് ഖാൻ ജവാൻ എന്ന ചിത്രത്തിലൂടെയും വിക്രം മാസി 12th ഫെയിൽ എന്ന ചിത്രത്തിലൂടെയും മികച്ച നടനായിട്ടുള്ള അവാർഡ് സ്വീകരിച്ചു. മികച്ച നടിയായി മിസ് സ്ട്രാറ്റജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലൂടെ റാണി മുഖർജിയും അവാർഡ് സ്വീകരിക്കുകയും ചെയ്തു. പുരസ്കാരം സ്വീകരിച്ച ലാലേട്ടൻ മലയാളികളെ നെഞ്ചോട് ചേർത്ത് വെച്ചു. തനിക്കൊപ്പം പ്രവർത്തിച്ചവർക്കും തനിക്ക് മുമ്പ് പ്രവർത്തിച്ചവർക്കും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ സഹപ്രവർത്തകർക്ക് മോഹൻലാൽ അവാർഡ് സമർപ്പിച്ചു. കൂട്ടത്തിൽ ബുദ്ധിശാലികളായ മലയാളി പ്രേക്ഷകർക്കും മോഹൻലാൽ തൻ്റെ അവാർഡ് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവേദി സമ്പന്നമായിരുന്നു. മലയാളികളുടെ യശസ് വാനോളം ഉയർത്തിയ സമ്പന്നമായ വേദി. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കാർ ഇറക്കുന്ന വൻ റാക്കറ്റ് സജീവം. ഓപ്പറേഷൻ ഉൻഖോറിന്റെ ഭാഗമായുള്ള റെയ്ഡിൽ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും കാർ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കാറുകൾ വാങ്ങിയതിനാണ് സംസ്ഥാനത്തെ 30-ലധികം കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നത്. 105 മുതൽ 200 വരെ വാഹനങ്ങൾ കേരളത്തിൽ ഇത്തരത്തിലുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചുവെന്നാണ് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് അറിയിച്ചത്. അമിത് ചക്കാലക്കലിന്റെ 8 വാഹനവും ദുൽഖറിന്റെ 2 വാഹനങ്ങളും പിടിച്ചെടുത്തു. പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന നടന്നു. അമിത് ചക്കാലക്കൽ അന്വേഷണത്തോട് ആദ്യം സഹകരിക്കാതിരുന്നതോടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പോലീസിനെ വിളിക്കുകയാണ് ഉണ്ടായത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നടന്ന പരിശോധനയിൽ 11 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നവമി ദിനേശ് നൽകും വിവരങ്ങൾ. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കേരളത്തിലുടനീളം നടത്തിയ കസ്റ്റംസിന്റെ പരിശോധനയിൽ 36 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ കൊച്ചിയിൽ എറണാകുളത്തേക്ക് വരുമ്പോൾ 3 പ്രധാനപ്പെട്ട നടന്മാരുടെ വീട്ടിലും ഫ്ളാറ്റിലുമായിരുന്നു റെയ്ഡ് നടന്നിരുന്നത്. അതിൽ പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിൽ നിന്നോ വീട്ടിൽ നിന്നോ ഈ സംശയാസ്പദമായിട്ടുള്ള കാറുകൾ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചു എന്ന് സംശയിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് നടൻ ദുൽഖർ സൽമാന്റെ 2 വീടുകളിൽ, ഒന്ന് മമ്മൂട്ടിയുടെ വീട്ടിലും മറ്റൊന്ന് എളംകുളത്തെ ദുൽഖറിന്റെ വീട്ടിലുമായിരുന്നു പരിശോധന. ആ വീട്ടിൽ നിന്നുമാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ലാൻഡ് റോവർ കാർ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ദുൽഖറിന്റെ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മറ്റൊരു വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ ആ വാഹനവും ഈ കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിക്കും. ഈ വാഹനം, അതായത് ദുൽഖർ സൽമാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാഹനം ഭൂട്ടാനിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ആണ് ദുൽഖർ സ്വന്തമാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇല്ല എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ രീതിയിലേക്കാണ് കസ്റ്റംസിന്റെ പരിശോധന. ഇനി അടുത്ത ഘട്ടം എന്നോണം അന്വേഷണ സംഘം കടക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റംസ് കടക്കുന്നത്, ദുൽഖർ സൽമാനോട് ഈ വാഹനത്തിന്റെ കൂടുതൽ രേഖകൾ, ഈ വാഹനം എവിടെ നിന്നാണ് വാങ്ങിയത്, എത്ര രൂപയാണ് നൽകിയത്, ഇതിന് എന്തൊക്കെ പേപ്പറുകളുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടും. അതിനുവേണ്ടി സമൻസ് അയക്കാനാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇന്ന് പത്രസമ്മേളനത്തിലും കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. സമൻസ് കൊടുക്കുകയും ഇവിടെ ഹാജരാവുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും. ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ്. പലരും അറിയാതെ ആയിരിക്കാം, മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വാങ്ങിയിട്ടുള്ള വണ്ടികളെല്ലാം. മറ്റൊന്ന് അമിത് ചക്കാലക്കലിന്റെ വാഹനമാണ്. 8 വാഹനങ്ങളാണ് അമിത് ചക്കാലക്കലിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ 2 വാഹനങ്ങളും ലാൻഡ് റോവറിന്റെ തന്നെ 2 വാഹനങ്ങൾ, ഈ ഒന്ന് ലെക്സസ് ഒന്ന് ലാൻഡ് റോവർ, അങ്ങനെ 2 വാഹനങ്ങൾ കസ്റ്റംസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്ത് ഈ ഓഫീസിന് മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി വാഹനങ്ങൾ ഉടനെ തന്നെ അവർ ഈ യാർഡിൽ നിന്നും അവിടെ നിന്നും പിടിച്ചെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അമിത് ചക്കാലക്കൽ വ്യക്തമാക്കുന്നത് ഈ വാഹനങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ലാൻഡ് റോവർ വാഹനം താൻ 5 വർഷമായി ഉപയോഗിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് ഈ റഷ്യൻ എംബസിയുടെ പേരിലായിരുന്നു ആദ്യം ഇത് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് അത് തന്റെ കയ്യിലെത്തുമ്പോൾ അതൊരു ഗോവൻ സ്വദേശിയിൽ നിന്നാണ് താൻ വാങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഉപയോഗിക്കുന്നുണ്ട്. നവംബർ മാസത്തിലും ഇതേപോലെ ഒരു റെയ്ഡ് തന്റെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ കാണിക്കുകയും തന്റേത് ഈ ഭൂട്ടാനിൽ നിന്നും വന്ന വാഹനമല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് അമിത് ചക്കാലക്കൽ വ്യക്തമാക്കിയത്. എന്റെ വണ്ടി എന്റെ അവകാശം, അതായത് എന്റെ ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പൊ 5 വർഷത്തിന് മുകളിലായി. അപ്പോൾ അതിന്റെ 1999 ആ വണ്ടി രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ ഓൺലൈനിൽ MBD വന്ന് ഇവിടെ അതിന്റെ ഷാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ അത് ജെനുവിൻ ആണോ എന്ന് രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി. ഇനിയിപ്പോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് 99 ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത്
കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം. എന്തായാലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഭൂട്ടാനിൽ നിന്നും വില കുറഞ്ഞു വരുന്ന ഈ വാഹനങ്ങൾ പിന്നീട് ഹിമാചലിൽ നിന്നാണ് ഓരോ ഇടനിലക്കാർ വഴി ഈ വാഹനങ്ങൾ ഉപഭോക്താക്കളിലേക്ക്, അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തുന്നത്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിൽ. ഈ സംഘം ഇരട്ടി വില കൊടുത്താണ് ഈ വാഹനങ്ങൾ ഇവർക്ക് വിൽക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഈ ഭൂട്ടാനിൽ നിന്നും സ്വർണ്ണക്കടത്തും ഒപ്പം മയക്കുമരുന്ന് കടത്തും ഉണ്ടെന്ന് തന്നെയാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. എന്നാലും കേരളത്തിലുള്ള കൊച്ചിയിലുള്ള ഈ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകൾക്ക് നോട്ടീസ് അയക്കും, അവർക്ക് സമൻസ് അയച്ച് അവരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. ഇത് പിഴയടച്ച് വാഹനം എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുകൂടി കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം ഇവർ ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ പിന്നീട് ഈ വാഹനം വിട്ടുകൊടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ കണ്ടുകെട്ടും തുടർന്നുള്ള നടപടികളിലേക്കും കടക്കും. എന്തായാലും രണ്ട് താരങ്ങൾക്കും അമിത് ചക്കാലക്കലിനും ദുൽഖറിനും ഉടനെ തന്നെ നോട്ടീസ് അയക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. പൃഥ്വിരാജിന്റെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഈ ഭൂട്ടാനിൽ നിന്നും വരുന്ന വാഹനം അല്ലെങ്കിൽ ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ പൃഥ്വിരാജിനെതിരെ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കുകയില്ല എന്നുകൂടിയാണ് കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. നമസ്കാരമുണ്ട്, ഫിലിപ്പമ്പാടാണ്. അപ്പം ന്യൂസ് 18 കേരളം, നമുക്കറിയാം കുറേ നാളുകളായി ഈ കേരളത്തിൻ്റെ വിവിധ കലാലയങ്ങളിൽ ന്യൂസ് 18 കേരളം നടത്തുന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുകൾ ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് മാതാപിതാക്കളെയൊക്കെ കോളുകളും അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ചില തിരിച്ചറിവുകൾ കൗമാരങ്ങളിലേക്ക് വരുത്താൻ ന്യൂസ് 18 കേരളത്തിന് ഈ ക്യാമ്പയിനുമായി സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം എൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്ന ഈ മേഖലയിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സ്നേഹാശംസ അർപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഇനിയും നിങ്ങൾ വ്യത്യസ്തമായി ഇനിയും നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. AD 2025 Grand Finale powered by ICL FinCorp. ICL FinCorp, the intelligent choice. And Reliance Industries Limited, co-powered by Amrit Veni. Amrit Veni Hair Elixir, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. In association with IBIS Group of Educational Institutions. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBIS-ലൂടെ. And Petra Steel Doors. Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. Presenting the Maruti Suzuki Victoris. Got it all. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. സ്വതന്ത്ര പലസ്തീൻ എന്ന ആവശ്യം ഹമാസിന്റെ അതിക്രമങ്ങൾക്കുള്ള അംഗീകാരമാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനം ആഗ്രഹിക്കുന്നവർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ബന്ദികളെ മോചിപ്പിക്കാനാണെന്നും UN പൊതുസഭയിൽ ട്രംപ് പറഞ്ഞു. Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th, can we? Now, as if to encourage continued conflict, some of this body is seeking to unilaterally recognize a Palestinian state. The rewards would be too great for Hamas terrorists for their atrocities. This would be a reward for these horrible atrocities, including October 7th, even while they refuse to release the hostages or accept a ceasefire. Instead of giving to Hamas and giving so much, because they have taken so much. This could have been solved so long ago. But instead of giving in to Hamas's ransom demands, those who want peace should be united with one message: release the hostages now. ശൂന്യമായ വാക്കുകളല്ല യുദ്ധങ്ങൾക്കുള്ള പരിഹാരമെന്നും ഐക്യരാഷ്ട്രസഭയെ ട്രംപ് വിമർശിച്ചു. VR കാർത്തിക് വിവരങ്ങൾ നൽകും. കാർത്തിക്, ഈ ട്രംപ് എത്തരത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്? അവിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ച തന്നെ അഭിനന്ദിച്ചില്ല UN സഭ എന്നൊക്കെ വിമർശിക്കുന്നത് കണ്ടു. മാത്രമല്ല ഇന്ത്യ പാക് യുദ്ധത്തിൽ അവകാശവാദം ആവർത്തിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് വളരെ ദൈർഘ്യമേറിയ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ?
ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരം എന്നത് ദീർഘകാലമായുള്ള നിർദ്ദേശമാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും അതിന് പ്രോത്സാഹനം ലഭിച്ചിട്ടില്ല. ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രം എന്ന നിലപാട് അംഗീകരിച്ചതോടെയാണ് ഈ UN അസംബ്ലി ഏറെ നിർണായകമായത്. ഈ UN ജനറൽ അസംബ്ലിയിൽ ട്രംപ് എന്തു പറയും എന്നതായിരുന്നു ഈ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല. ഇസ്രായേലിന് അനുകൂലമായും ഇത്തരത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ, സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിനൊപ്പം നിന്ന പാശ്ചാത്യ രാജ്യങ്ങളെ വരികൾക്കിടയിലൂടെ വിമർശിക്കുകയുമാണ് ട്രംപ് ചെയ്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാട് സ്വീകരിക്കുന്നവർ അവർ ഹമാസിൻ്റെ ഭീകരവാദത്തെ അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ട്രംപ്. ഒപ്പം ഇത്തരത്തിൽ ഗസയിൽ സമാധാനം ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നതാണ്. അത്തരത്തിൽ ഇസ്രായേലിനെ അനുകൂലിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളെ, പാലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിച്ച പാശ്ചാത്യ രാജ്യങ്ങളെ വരികൾക്കിടയിലൂടെ വിമർശിക്കുകയുമാണ് ട്രംപ് ചെയ്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല. പാലസ്തീൻ്റെ ഭാഗമായി സ്വതന്ത്ര പാലസ്തീൻ എന്ന ആവശ്യത്തോട് ഒരു അനുകൂല പ്രതികരണവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന സൈഡ് ലൈൻ ചർച്ചകളിലാണ്. ഫ്രാൻസും സൗദി അറേബ്യയും മുൻകൈയെടുത്ത് ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഗസയിൽ വെടിനിർത്തൽ, ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കൽ, ഇസ്രായേൽ സൈന്യം പിൻവാങ്ങൽ, മാത്രമല്ല അതോടൊപ്പം തന്നെ പലസ്തീൻ അതോറിറ്റിയോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയരഹിതമായ ഒരു കമ്മിറ്റിയെ അധികാരം ഏൽപ്പിക്കുക. ഇത്തരത്തിലൊരു ഫോർമുലയാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഈ പ്രപ്പോസലാണ് ഇനി ചർച്ചകളിൽ നിറയുക. സ്വാഭാവികമായും അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി അല്പസമയത്തിനകം തന്നെ ട്രംപ് ചർച്ച നടത്തും. ഈ ചർച്ചകളിലായിരിക്കും പുതിയ ധാരണകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന പ്രതീക്ഷകൾ ഇനിയുള്ളത്. എന്തായാലും സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിനെ അമേരിക്ക പൂർണ്ണമായി തള്ളുകയാണ്. ഒപ്പം ഐക്യരാഷ്ട്രസഭയെയും പാശ്ചാത്യ രാജ്യങ്ങളിലെ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാനുള്ള വേദി കൂടിയാക്കി ട്രംപ് ഈ UN പൊതുസഭയിലെ പ്രസംഗം മാറ്റി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 7 മാസങ്ങൾക്കിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞത് ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലും അദ്ദേഹം ആവർത്തിച്ചു. എന്നിട്ടും ഒരു ഘട്ടത്തിലും ഐക്യരാഷ്ട്രസഭ തന്നെ അഭിനന്ദിക്കാനോ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടാനോ തയ്യാറായില്ല. ശൂന്യമായ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാമെന്നത് വ്യാമോഹമാണ് എന്ന തരത്തിൽ UN ഒഫീഷ്യൽസിനെ ഇരുത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് UN പൊതുസഭയിൽ കാണാനായത്. അത്തരത്തിൽ സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിന് പല കോണുകളിൽ നിന്നും പിന്തുണ വർദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 193 അംഗരാജ്യങ്ങളിൽ ഏതാണ്ട് 157 രാജ്യങ്ങൾ ഈ സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാട്, പാലസ്തീൻ രാജ്യം എന്ന നിലപാടിനെ അംഗീകരിക്കുമ്പോഴും അതിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് അമേരിക്ക. ഒപ്പം ഇനി പുതിയൊരു പ്രപ്പോസൽ, അതായത് ഫ്രാൻസും സൗദി അറേബ്യയും മുൻകൈയെടുത്ത പ്രപ്പോസൽ ഖത്തർ പ്രതിനിധിയുടെ കൂടി സാന്നിധ്യത്തിൽ അല്പസമയത്തിനകം നടത്തുന്ന ചർച്ചകളിൽ ആ ചർച്ചകളുടെ ഉരുത്തിരിയുന്ന സാരാംശം എന്താകും എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായി ശക്തമായ വാക്കുകളിലൂടെ UN പൊതുസഭയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ട്രംപ്. റൈറ്റ്, വി ആർ കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായുള്ള നിലപാട് അത് ഇസ്രായേലിന് അനുകൂലമായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ ഓരോ വശങ്ങൾ പരിശോധിക്കുമ്പോഴും US-ൽ പീയൂഷ് ഗോയലും S ജയശങ്കറും നടത്തിയ ചർച്ചകൾ സമവായത്തിലേക്ക് എത്തുന്നു എന്ന് സൂചന. ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യതകൾ പ്രതിനിധി സംഘം പരിശോധിച്ചു. മാർക്കോ റൂബിയോയുമായി നടന്ന ചർച്ചയിൽ H-1B വിസയും ഉയർന്നു വന്നു. ഫീസ് ഇനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് ഇളവ് നൽകിയേക്കാൻ സാധ്യതയുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ അമേരിക്ക 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചകളുടെ ഭാഗമായി US-ന്റെ ക്ഷണപ്രകാരമാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെട്ട സംഘം കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെത്തിയത്. US വാണിജ്യ പ്രതിനിധി ജാമിസൺ ഗ്രീറുമായി ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം 3ാം തവണയാണ് ഇരു നേതാക്കളും കാണുന്നത്. മുൻപ് മാർച്ചിലും മെയ്യിലും ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അതേസമയം ഇന്നലെ നടന്ന ചർച്ച വിജയകരമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായതായാണ് സൂചന. എന്നാൽ കാർഷിക മേഖല വ്യാപാര കരാറിൽ ഉൾപ്പെടുത്തണമെന്ന US ആവശ്യത്തിൽ ഇന്ത്യ നിലപാട് മയപ്പെടുത്തിയിട്ടില്ല. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ വ്യാപാര കരാറുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ വെച്ച് പീയൂഷ് ഗോയൽ തുടർ ചർച്ചകൾ നടത്തുമെന്നാണ് വിവരം. 80ാമത് UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ് വിദേശകാര്യമന്ത്രി US-ലെത്തിയത്. ഇന്നലെ അദ്ദേഹം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയ്ക്ക് മേൽ 50% അധിക തീരുവ ചുമത്തിയ ശേഷം ഇരു നേതാക്കളും ആദ്യമായായിരുന്നു കാണുന്നത്.
മാർക്കോ റൂബിയോയുമായി സമകാലികമായ അന്താരാഷ്ട്ര ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചയായതായും ഇരു രാഷ്ട്രങ്ങളുടെയും പുരോഗതിക്കായി ഒന്നിച്ചു നീങ്ങുമെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചു. ചർച്ചയിൽ H-1B വിസ പ്രശ്നം മുഖ്യ വിഷയമായതായി സൂചനയുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് H-1B വിസ ഫീസിൽ ഇളവ് നൽകുമെന്ന് US അധികൃതർ സൂചന നൽകി. രാജ്യത്ത് ഡോക്ടർമാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുള്ള സാഹചര്യത്തിലാണ് ഈ നീക്കം. ഈ മാസം 27-ന് എസ് ജയശങ്കർ UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തീരുന്നില്ല സൈക്കോ സെബാസ്റ്റ്യന്റെ ക്രൂരകൃത്യങ്ങൾ. ചേർത്തലയിലെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നവരിൽ അഞ്ചാമതൊരു സ്ത്രീ കൂടി. എറണാകുളം കൂത്താട്ടുകുളം കാരമല സ്വദേശി ഏലിയാമ്മ എന്ന കുഞ്ഞിപ്പെണ്ണിനെ അവരുടെ തിരോധാന കേസിലാണ് പുനരന്വേഷണം നടക്കുന്നത്. സെബാസ്റ്റ്യൻ കൂത്താട്ടുകുളത്ത് എത്തിയിരുന്നുവെന്നും ഏലിയാമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സെബാസ്റ്റ്യനെ റോസമ്മയുടെ മകൻ ബിനുവും സുഹൃത്തും തിരിച്ചറിഞ്ഞു. ഇതോടെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം അന്വേഷണം 3 ജില്ലകളിലേക്കാണ് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ജൂലൈ 28-ന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ പോലീസിന് മുന്നിലുള്ളത് കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാനം മാത്രം. പിന്നീട് ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും സമാന സാഹചര്യങ്ങളിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കാണാതായ സ്ത്രീകളുടെ എണ്ണം 4 വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിലിതാ മറ്റൊന്നുകൂടി. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാനത്തിൽ കൂടുതൽ അന്വേഷണ വഴികളിലൂടെയാണ് ന്യൂസ് 18 ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വാർത്താ സംഘം എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തെ കാരമല എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 പങ്കുവയ്ക്കുകയാണ്. 2018 ജൂലൈ 4-ന് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR ആണിത്. കോഴിപ്പള്ളി കാരമല ഉദയപ്പാറ വീട്ടിൽ കുഞ്ഞുപെണ്ണെന്ന് വിളിക്കുന്ന ഏലിയാമ്മ രാവിലെ 11:30 വീട്ടിൽ നിന്ന് ജോലിക്ക് പോയതാണ്. പിന്നീട് മടങ്ങി വന്നിട്ടില്ല. ഈ 60-കാരി പോയിട്ട് വർഷം 8 പിന്നിടുന്നു. കൂത്താട്ടുകുളം പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. പക്ഷേ യാതൊരു വിവരവും ആർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല. സുഖമില്ലാത്ത മകനുമായി കാരമലയിലെ വീട്ടിൽ ഒറ്റക്കായിരുന്നു ഏലിയാമ്മയുടെ താമസം. വിവാഹ ബ്രോക്കറാണ്. കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിരുന്നു തൊഴിലിന്റെ കേന്ദ്രം. സുഹൃത്ത് മേരിയും ബസ് സ്റ്റാൻഡിൽ അക്കാലത്ത് കൂടെ ഉണ്ടായിരുന്നവരും ആരായിരുന്നു ഏലിയാമ്മയെന്ന് നമ്മളോട് പറയുന്നു. 2018 വരെ അവരിവിടെ ഉണ്ടായിരുന്നു. ലോട്ടറി കച്ചവടമൊക്കെ നടത്തിയിരുന്ന ബ്രോക്കർ പണിയൊക്കെ ഉണ്ടായിരുന്നു ഏലിയാമ്മ. ബ്രോക്കർ പണി ഉണ്ടായിരുന്ന കുഞ്ഞുമണിയേച്ചിയാണോ? അതെ അതെ അതെ. പുള്ളിക്കാരത്തിനെ കാണാതെ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതാ ചോദിച്ചാ. അപ്പൊ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരമുണ്ട് പാലപ്പുഴ പഞ്ചായത്തിലെ കാരമലയിലേക്ക്. നമ്മളോടൊപ്പം ഉള്ളത് കാരമല ഉദയപ്പാറ വീട്ടിൽ ബിനുവാണ്. ബിനുവിന്റെ അമ്മ കുഞ്ഞുപെണ്ണിനെ 2018 കാണാതായി. അവർ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച ലോട്ടറി വിൽപ്പനയും ബ്രോക്കർ പരിപാടികളുമൊക്കെയായി നടന്നിരുന്ന ഒരു സ്ത്രീയാണ്. ബിനുവിന്റെ അമ്മയുടെ തിരോധാനം പള്ളിപ്പുറത്തെ കേസുകളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സെബാസ്റ്റ്യന്റെ സാന്നിധ്യവും ഇവിടെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ബിനു, അമ്മയെ കാണാതാവുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? ഏത് മാസമാണ് കാണാതാവുന്നത്? ജൂലൈയിൽ 4-ാം തീയതി മുതലാണ് കാണാതാവുന്നത്. അമ്മയൊന്നും രാവിലെ അവിടെ നിന്ന് 10 മണിയുടെ വണ്ടിക്കാൻ പോകുന്നത്. സാധാരണ തിരിച്ച് 5-ന്റെ വണ്ടിക്ക് വരാറുള്ളൂ. അന്വേഷണം തുടങ്ങി. അതായത് ഈ ജൂലൈ 4-ന് രാവിലെ വീട്ടിൽ നിന്ന് അമ്മ പോയതാണ്. അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ബ്രോക്കർ പരിപാടിയാണ് കൂടുതലുണ്ടായിരുന്നത്. ബ്രോക്കർ പരിപാടിയായിട്ടാണ്. ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നല്ലോ? കച്ചവടം ഇല്ലായിരുന്നു. ലോട്ടറി കച്ചവടം ഇല്ലായിരുന്നു. ബ്രോക്കർ പരിപാടിയായിരുന്നു കൂടുതലും. രാവിലെ പോയി വൈകുന്നേരം വരുന്ന സമയത്തിന് കാണാതിരുന്നപ്പോൾ അന്വേഷണം തുടങ്ങിയതാണ്. നമ്മുടെ മുമ്പിൽ സ്വിച്ച് ഓഫ് ആയി. ഉദ്യോഗസ്ഥന്മാർ പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട്. പക്ഷെ ഒന്നും പറയാറില്ല. പിന്നെ വിളിക്കാറുമില്ല. വന്നു അന്വേഷിച്ചും പറക്കും പോകുള്ളൂ. സെബാസ്റ്റ്യനുമായി ഒരുമിച്ച് മദ്യപിച്ചു എന്ന ഏലിയാമ്മ വെളിപ്പെടുത്തിയെന്ന നിർണായക മൊഴി അയൽവാസിയും ഷാപ്പ് ജീവനക്കാരനുമായ ബേബി മത്തായിയും
പോലീസിന് ഇതിനോടകം നൽകിക്കഴിഞ്ഞു. പറഞ്ഞു പേപ്പറിലൊക്കെ ഈ സെബാസ്റ്റ്യന്റെ ഇങ്ങനെ പേര് വന്നപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നിയത്. അന്ന് ഇങ്ങനെ ഇത് മദ്യപിച്ചിട്ട് വന്നിട്ട് പറഞ്ഞല്ലോ സെബാസ്റ്റ്യൻ ചേട്ടന്റെ കൂട്ടത്തിലാണ് എന്ന് കൂടിയെന്ന് കമ്പനി കൂടിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സംശയം കൊണ്ടാണ് പറഞ്ഞത്. കോട്ടയം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ടീമുകൾ ഏലിയാമ്മയുടെ മകനുമായും കൂത്താട്ടുകുളം പോലീസുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. ബ്രോക്കർമാർ കേന്ദ്രീകരിച്ചിരുന്ന ബസ് സ്റ്റാൻഡിൽ സെബാസ്റ്റ്യനും എത്തിയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. സെബാസ്റ്റ്യൻ താമസിച്ചിരുന്ന ഏറ്റുമാനൂരിലേക്ക് പോകുന്ന റൂട്ടിൽ വെളിയന്നൂർ ഭാഗത്താണ് ഏലിയാമ്മയുടെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ. സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ത്രീകളുടെ തിരോധാനവും ഒരുപക്ഷെ ബിനു പറയുന്നത് വെച്ച് അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയാണെങ്കിലും വന്നിരുന്നേനെ, ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ത്രീ കൂടി അപകടപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. എറണാകുളം കൂത്താട്ടുകുളം കാരമലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗൗതം വിൻസെന്റ്, മ്യൂസിക് കമ്പോസറാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണി മോഹൻ, പ്ലേബാക്ക് സിംഗറാണ്. മുക്കടവ് ആളുകേറ മലയിലെ തോട്ടത്തിനുള്ളിലാണ് ജീർണിച്ച നിലയിൽ ഈ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. കൈകാലുകൾ ചങ്ങല ഉപയോഗിച്ച് മരത്തിൽ ബന്ധിച്ച നിലയിലായിരുന്നു. മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുണ്ട്. കാന്താരി ശേഖരിക്കുവാനായി ഇവിടേക്ക് എത്തിയ പ്രദേശവാസിയാണ് ആദ്യം മൃതദേഹം കാണുന്നത്. പുനലൂർ കാഞ്ഞിര സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള ഈ റബ്ബർ തോട്ടം മാസങ്ങളായി റബ്ബർ വെട്ടാതെ കാട് കയറിയ നിലയിലായിരുന്നു. റോഡിൽ നിന്ന് ചെങ്കുത്തായ മലയുടെ മുകളിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. മനോജ് പുനലൂർ നൽകും വിവരങ്ങൾ. മനോജ്, എന്തൊക്കെയാണ്? കൊല്ലം ജില്ലയിലെ പുനലൂരിൽ റബ്ബർ തോട്ടത്തിനുള്ളിൽ ചങ്ങലയിൽ പൂട്ടിയ നിലയിൽ ഒരു മൃതശരീരം കണ്ടെത്തി. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിന് സമീപം ചെങ്കുത്തായ റബ്ബർ തോട്ടത്തിന്റെ മുകളിലാണ് ചങ്ങലയിൽ പൂട്ടിയ നിലയിൽ മൃതശരീരം കണ്ടെത്തിയത്. മൃതശരീരത്തിന്റെ ഒരു കാലും കൈയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് മരത്തിന് ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലാണ് മൃതശരീരം കണ്ടെത്തിയത്. അതിന്റെ തലഭാഗത്ത് കഴുത്ത് വരെയുള്ള ഭാഗം കത്തിക്കരിഞ്ഞ നിലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനടുത്തായിട്ട് ഒരു ഒഴിഞ്ഞ നിലയിൽ ഒരു ബാഗും ഒരു കന്നാസും ഒരു കുപ്പിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. രാവിലെ 8:30 ഏകദേശം 6 മാസത്തോളമായി ഇവിടെ ടാപ്പിംഗ് നടക്കുന്നില്ല. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ കാന്താരി മുളകുണ്ട്. രാവിലെ 8:30 കാന്താരി മുളക് പറിക്കുന്നതിനായി ഒരു തമിഴ്നാട് സ്വദേശി ഇവിടെ എത്തിയപ്പോഴാണ് മൃതശരീരം കാണുന്നത്. ഉടൻ തന്നെ പുനലൂർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന നിലയിലുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ വേണം നമുക്കത് കാണുവാൻ. ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ, കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ, താഴിട്ട് പൂട്ടിയ നിലയിൽ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം എന്ന് വേണം നമുക്കത് മനസ്സിലാക്കുവാൻ. ഇതുവരെ മിസ്സിംഗ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. എന്തായാലും വിശദമായ ഒരു പരിശോധന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. റൈറ്റ്, മനോജ് പുല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തിരികെ എത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ നീട്ടിയേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ SIR നീട്ടിവെക്കണമെന്ന ആവശ്യത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തേക്കില്ല എന്നാണ് സൂചന. സംവിധാനങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെക്കേണ്ടി വരുമെന്നതിനാൽ ഡിസംബറിന് ശേഷമാകും നടപടികൾ തുടങ്ങുക. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകില്ല. അതിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ആഴ്ചകൾക്കപ്പുറം സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഡിസംബർ പകുതിയോടുകൂടി പുതിയ ഭരണസമിതികൾ ഇവിടെയൊക്കെ ചുമതലയേൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ സാധ്യമല്ല എന്ന നിലപാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആഴ്ചകൾക്കപ്പുറം തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അതിനും നേതൃത്വം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകണം. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വിനിയോഗിക്കുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് അവരെ നിയോഗിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രധാനമാണ്. അവരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ ജോലികളിലേക്ക് മുഴുകുമ്പോൾ അവിടെ അതും തടസ്സമുണ്ടാകും. അതുകൊണ്ട് സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം ഡിസംബർ 20-ന് ശേഷം മതി എന്നൊരു നിലപാടാണ് മുഖ്യ
തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ നിലപാടിനോട് യോജിക്കുമെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡിസംബർ പകുതിക്ക് ശേഷം മാത്രം, ഒരുപക്ഷെ അടുത്ത വർഷം ആദ്യം മാത്രമാകും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക. കഴിഞ്ഞ 2020 കോവിഡിൻ്റെ സമയത്ത് 2 മാസക്കാലം തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ. എന്നാൽ ആ 2 മാസ കാലാവധി നീട്ടിവെക്കൽ വന്നത് കാരണം ആണ് ഡിസംബർ 20-ന് 2020 ഡിസംബർ 20-ന് പുതിയ ഭരണസമിതി നിലവിൽ വന്നത്. 5 വർഷ കാലാവധി പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ നിലവിൽ വരേണ്ടത് 2025 ഡിസംബർ 20-നാണ്. പുതിയ പട്ടികയിൽ ആയിരിക്കും മെയിലെ നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള പട്ടികയോ അല്ലെങ്കിൽ ഇപ്പോൾ കമ്മീഷൻ പുറത്തിറക്കിയ പട്ടികയോ ഒക്കെയാകും ഉപയോഗിക്കുക. ഇന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാനെ നേരിട്ട് കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായുള്ള ഒരുക്കങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹകരണം ഉറപ്പാക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. എല്ലാ സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്കലുള്ള എല്ലാ സംവിധാനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കൂടി വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ആ നിർണായകമായ കൂടിക്കാഴ്ച. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും അവിടെ അവർ തീരുമാനമെടുക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണം. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. അതിപ്പം പല ആൾക്കാർ പറഞ്ഞു തുടങ്ങി, വലിയ ബോർഡായിട്ട് മാറി. അത് ശരിക്കും ഒരു ഡേർട്ടി ബിസിനസ്സാണ്. ആ സിനിമയിൽ ആ കഥാപാത്രവും ബാക്കി എന്ത് ചെയ്താലും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പം ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അയാളുടെ ഒരു ഡിസിഷനിലേക്ക് താല്പര്യം ഉണ്ടാകും. അത് നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കണം, മാതാപിതാക്കളിലേക്ക് എത്തിക്കണം. ഇത് വളരെ എന്താ പറയുന്ന ഒരു വിഷ്യസ് സർക്കിളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ യുവത്വം ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കല്ല, എല്ലാവർക്കും പറ്റും. എല്ലാവരും അതിൻ്റെ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് അഭിപ്രായം. AD 2025 Grand Finale powered by ICL FinCorp. ICL FinCorp, the intelligent choice. And Reliance Industries Limited, co-powered by Amrit Veni. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. In association with IBIS Group of Educational Institutions. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBIS-ലൂടെ. And Petra Steel Doors. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. തിരുവനന്തപുരത്തെ BJP കൗൺസിലറുടെ ആത്മഹത്യയിൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കണ്ടോൺമെന്റ് AC-ക്കാണ് അന്വേഷണത്തിനുള്ള ചുമതല. അതിനിടെ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ BJP നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മറ്റൊരു BJP കൗൺസിലറുടെ ഭർത്താവ് രംഗത്തെത്തി. കാശിനു വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ പാർട്ടിയും സംഘവും തിരിച്ചറിയണമെന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അനിൽകുമാറിന്റെ വീട് തദ്ദേശ മന്ത്രി MB രാജേഷ് ഇതിനിടെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും സഹോദരനെയും കണ്ടു. അവരോട് അനുശോചനം അറിയിച്ചു. ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയാണല്ലോ ശ്രീ തിരുമലനിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിയോഗം വളരെ ദുഃഖകരമാണ്. ഒരു ജനപ്രതിനിധി, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്താനും അത് കുടുംബത്തെ അറിയിക്കാനുമാണ് വന്നത്. ഞാനിപ്പോൾ ഈ മരണവീടിന്റെ മുന്നിൽ നിന്ന് അക്കാര്യത്തിലൊരു രാഷ്ട്രീയ പരാമർശം നടത്തുന്നത് ഉചിതമല്ലല്ലോ. വസ്തുതകളെല്ലാം ഇപ്പം ഇന്നും ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിയമാനുസൃതമുള്ള നടപടികളല്ലേ സ്വീകരിക്കാൻ പറ്റൂ. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ ആത്മഹത്യാ കുറിപ്പിന്റെ ഉള്ളടക്കം മാധ്യമങ്ങളിൽ വായിക്കുകയുണ്ടായി. തലമുറ മാറ്റത്തിൽ ഡെമ്പലെ രാജാവ്. മികച്ച ലോക ഫുട്ബോളർക്കുള്ള ബലോൺ ദിയോർ പുരസ്കാരം PSG-യുടെ ഫ്രഞ്ച് താരം ഔസ്മാൻ ഡെമ്പലേക്ക്. ബാഴ്സയുടെ സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. തുടർച്ചയായ 3-ാം തവണയാണ് ബോൺമാറ്റി പുരസ്കാരത്തിന് അർഹയാവുന്നത്. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലാമിൻ യമാൽ സ്വന്തമാക്കി. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരത്തിന് ഇത്തവണയും മാറ്റമില്ല. ബാഴ്സലോണ മിഡ്ഫീൽഡർ ഐറ്റാന ബോൺമാറ്റിക്കാണ് പുരസ്കാരം.
മിഷേൽ പ്ലാറ്റ്നിക്കും ലയണൽ മെസ്സിക്കും ശേഷം ഹാട്രിക് നേടുന്ന ആദ്യ താരം. കൊച്ചിയിലെ ഒരുക്കങ്ങളിൽ തൃപ്തരെന്ന അർജന്റീന ടീം പ്രതിനിധി. കൊച്ചിയിലെത്തിയ ടീം പ്രതിനിധി ഹെക്ടർ ഡാനിയൽ കബ്രേര സ്റ്റേഡിയത്തിലെ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പരിശോധിച്ചു. സ്റ്റേഡിയം, താമസം, സുരക്ഷാ ക്രമീകരണം എന്നിവയെല്ലാം തൃപ്തികരമാണെന്നാണ് അർജന്റീന ടീമിന്റെ അറിയിപ്പ്. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് കബ്രേരയ്ക്ക് നൽകിയത്. വിമാനത്താവളത്തിലെ സൗകര്യങ്ങളും അദ്ദേഹം പരിശോധിച്ചു. കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായും സ്പോൺസർമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തുടർന്നായിരുന്നു സ്റ്റേഡിയം സന്ദർശനം. മത്സര തീയതിയും എതിർ ടീം ആരാണ് എന്ന് സംബന്ധിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം നടത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നത്തെ ഒരു പ്രതികരണമാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ് സെഗ്മെന്റിൽ. പിണറായിക്ക് പറ്റിയ കൂട്ട് അത് യോഗി ആദിത്യനാഥ് തന്നെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പക്ഷം. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതോടുകൂടി മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം അത് വ്യക്തമാണ്. ഓരോ മതത്തിനും സംഗമം നടത്തുന്ന തിരക്കിലാണ് സർക്കാരെന്നും വി ഡി സതീശൻ വിമർശിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ, BJPയുമായി അവിശുദ്ധമായൊരു ബാന്ധവം കേരളത്തിലെ CPMനുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം. ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിയുണ്ട്. പിന്നെ ഇന്നലെ വികസന സദസ്സ്, ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇലക്ഷന്റെ നറുക്കെടുപ്പായി. നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തൊരു മൗഢ്യമാണ് അത്. മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല. ലോക്കൽ ബോഡികളെ ശ്വാസം മുട്ടിച്ചു വന്ന ഗവൺമെന്റാണ്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് വികസന സദസ്സ് നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം. എന്നിട്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പൊ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ്. അവസാനമായപ്പോ ഇതൊക്കെ തുടക്കത്തിലല്ലേ. ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു യാത്ര ഉണ്ടായി. കാബൂളിൽ നിന്ന് ഡൽഹി വരെ വിമാനത്തിന്റെ പിൻചക്രത്തിൽ ഒളിച്ചിരുന്ന് ഒരു അഫ്ഗാൻ ബാലൻ ഇന്ത്യയിലേക്ക് സാഹസിക യാത്ര നടത്തി. 13 വയസ്സുകാരനാണ്. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ചാണ് ഈ കുട്ടി കാബൂൾ വിമാനത്താവളത്തിൽ കയറിപ്പറ്റിയത്. തുടർന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിന്റെ പിൻചക്രത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. രാവിലെ 8:46 പുറപ്പെട്ട വിമാനം ഏകദേശം 2 മണിക്കൂർ കൊണ്ടാണ് ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. ഞായറാഴ്ച കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന വിമാനത്തിലാണ് 13-കാരൻ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്തത്. രാവിലെ 8:46 പുറപ്പെട്ട KM എയറിന്റെ RQ4401 വിമാനത്തിന്റെ പിൻചക്രത്തിലാണ് അഫ്ഗാൻ പൗരനായ പയ്യൻ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് കയറിപ്പറ്റിയത്. തുടർന്ന് 90 മിനിറ്റോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ 10:20 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായ കുട്ടി ലാൻഡ് ചെയ്യുകയായിരുന്നു. യാത്രക്കാർ വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെയാണ് റൺവേയിൽ ദുരൂഹ സാഹചര്യത്തിൽ നിന്ന 13-കാരൻ സുരക്ഷാ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുട്ടിയെ CISF കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ട് പോലീസിന് കൈമാറി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. ഒരു കൗതുകത്തിന്റെ പുറത്താണ് വിമാനത്തിൽ കയറിപ്പറ്റിയതെന്നാണ് കുട്ടി മൊഴി നൽകിയത്. പ്രായപൂർത്തിയാവാത്ത വ്യക്തിയെന്ന നിലയിൽ അധികൃതർ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാതെ 12:30 ഇതേ വിമാനത്തിൽ തന്നെ 13-കാരനെ തിരികെ കാബൂളിലേക്ക് അയച്ചു. എന്നാൽ 30,000 അടി ഉയരത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ മറികടന്നുള്ള കുട്ടിയുടെ യാത്ര എല്ലാവരെയും അതിശയിപ്പിച്ചു. യാത്രക്കിടയിലെ ഓക്സിജന്റെ അഭാവം, ഹൈപ്പോതെർമിയ, കൊടും തണുപ്പ്, ഗിയർ മാറ്റത്തിനിടയിൽ കുടുങ്ങിയുള്ള മരണം, ലാൻഡിംഗ് സമയത്തെ വീഴ്ച എന്നിവയെല്ലാം അതിജീവിച്ചാണ് 13-കാരൻ ഡൽഹിയിലെത്തിയത്. കുട്ടി സുരക്ഷിതനാണെങ്കിലും ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റൊരു വിമാനത്താവളത്തിലെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകാം. അവിടെയാണ് വൈറൽ കട്ട്. ഡൽഹി വിമാനത്താവളത്തിലെ 13-കാരൻ എത്തിയത് നമ്മളെ ഒന്ന് ഭയപ്പെടുത്തുന്നു, ഭീതിപ്പെടുത്തുന്നുവെങ്കിൽ അവിടെ 2 ഗ്രൗണ്ട് സ്റ്റാഫുകൾ കോപ്പൻഹേഗനിലാണ് ആർത്തുല്ലസിച്ച് കളിക്കുന്നതാണ് രസകരം. വളരെ യാദൃശ്ചികമായി അവസരം കിട്ടിയപ്പോൾ ഫ്രീ സമയത്ത് കൃത്യമായി ആ കോണുകൾ എറിഞ്ഞ് ആഹ്ലാദം കണ്ടെത്തുന്ന 2 ഗ്രൗണ്ട് സ്റ്റാഫുകളാണ് ഇന്നത്തെ വൈറൽ കട്ട്സ്.